ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഫിഷിങ്ങിന് പോയപ്പോൾ നമ്മൾ പിടിച്ച ഏട്ടക്കൂരിയാണ് കേട്ടോ. അവൻ നമ്മൾ വണ്ടിയുടെ ഡിക്കിയിലിട്ട് കൊണ്ടെങ്കിലും ഇവൻ ഇതുവരെ ചത്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു ഇവനെ ടാങ്കിലൊന്നും ഇട്ട് നോക്കാമെന്ന്. എന്തായാലും രണ്ടുപേർക്കും വയ്യാത്തതുകൊണ്ട് വലിയ അഭ്യാസത്തിനൊന്നും നിൽക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇതിന് മുന്നേ നമ്മൾ ഏട്ടക്കൂരിനെ ജീവനോടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുപ്പിയൊക്കെ മുറിച്ച് അതിലാക്കി കൊണ്ടുവന്നപ്പോഴൊക്കെ ഏട്ടക്കൂരി ചത്തുപോകാണ്ട് ചെയ്തേട്ടോ. ഇന്ന് വറുത്തടിക്കാന്നുള്ള ഉദ്ദേശത്തിൽ സ്കൂട്ടറിന്റെ ഡിക്കിയിലിട്ടിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ ഇവൻ ഇപ്പോഴും ചത്തിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നിയിട്ട് ഇവന് ജീവിക്കാനുള്ള എന്തൊരു ഭാഗ്യം ഉണ്ടെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇവനെ ടാങ്കിലിട്ട് നോക്കണത്. എന്തായാലും രണ്ടുപേർക്കും ടാങ്ക് പരിചയമായി വരുന്നേ ഉള്ളൂ. അത് കാരണം ആക്രമിക്കാനുള്ള ചാൻസ് കുറവാണെന്നാട്ടോ എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മളിപ്പോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കൂരി വരാലിനെ കുത്തുന്നുണ്ടോ അതോ വരാല് കൂരിനെ കടിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫ്ലാഷ് അടിക്കുമ്പോൾ വരാലിന്റെ ചിറകിന് വേറൊരു കളർ തന്നെയാണ് കേട്ടോ. എന്നാൽ ഈ കൂരി 15 കിലോമീറ്റർ താണ്ടി നമ്മുടെ വണ്ടിയുടെ ഡിക്കിയിലിരുന്ന് ഇതുവരെ ജീവനോടെ എത്തി എന്നുള്ളതിനെ അതിശയിപ്പിക്കുന്ന കാര്യമാണ് കേട്ടോ. എനിക്കത് അതിന്റെ അതിശയം ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യം നടക്കുന്നതിനും എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഓരോ നെഗറ്റീവായിട്ടുള്ള കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഇതിലും വലിയ എന്തോ നല്ല കാര്യം സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ സംഭവിച്ചതെന്നാണ്. അപ്പൊ അടുത്ത വീഡിയോ തൊട്ട് നമ്മുടെ കൂരിക്കുട്ടന്റെയും വരാലൂട്ടന്റെയും അതിജീവനത്തിന്റെ കഥയാണ് കേട്ടോ നമ്മൾ പറയാൻ പോണത്. കഥ കേൾക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് കേട്ടോ.